ഡോക്ടർ നിതീഷ് നാരായണൻ അനു പറഞ്ഞത് പിണറായി വിജയൻ വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ വാർത്താസമ്മേളനത്തിലൂടെ പുറത്തുവിട്ട തെളിവുകൾ അതിനോട് എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതികരിക്കാതിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്നത്തെ ദേശാഭിമാനിയിലെ തലക്കെട്ടും ബീഹാറിൽ മഹാസഖ്യത്തിന്റെ തോൽവിയിൽ ഒന്നാം പ്രതി കോൺഗ്രസ് എന്നുള്ളതാണ് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഇവിടെ നിരീക്ഷകരായിട്ട് പങ്കെടുക്കുന്ന രണ്ടുപേര് ഉയർത്തിയിട്ടുള്ള ചില വാദങ്ങളുണ്ടല്ലോ, അതിനോട് മറുപടി പറയണമെന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരും BJPയുടെ വക്താക്കൾ എന്നുള്ള നിലയിലാണ് അവരുടെ സംസാരം രണ്ടുപേരുടെ ഉണ്ടായിട്ടുള്ളത്. രണ്ടുപേരും പറയാൻ ശ്രമിച്ചത് ബീഹാറിൽ എന്തോ വലിയ വികസനം നടക്കുന്നു, ആ വികസനത്തിൻ്റെ ഒരു അജണ്ടയിലാണ് ഈ വിജയം സാധ്യമായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ്. ബീഹാർ ഇന്ന് നീതി ആയോഗിൻ്റെ കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള നാടിൻ്റെ പേര് ബീഹാർ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള ഇല്ലിറ്ററസി ഉള്ള രണ്ടാമത്തെ നാടിൻ്റെ പേര് ബീഹാർ എന്നുള്ളതാണ്. അതേ ബീഹാറിലാണ് ഈ മാസങ്ങൾക്ക് മുമ്പ് ഒരു കണക്ക് വന്നത്, 100 കണക്കിന് സ്കൂളുകളിൽ ബിൽഡിംഗ് ഇല്ല. അതായത് സ്കൂളിന് ബിൽഡിങ്ങേ ഇല്ലാത്ത സ്കൂളുകൾ പേപ്പറിൽ നിലനിൽക്കുന്ന സ്ഥലമാണ് എന്നുള്ളത്. 20,000-ഓളം സ്കൂളുകളിൽ ഇലക്ട്രിസിറ്റി എത്താത്ത നാടാണ് ഈ ബീഹാർ എന്ന് പറയുന്നത്. സ്കൂളുകളിൽ പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒക്കെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ ദാരിദ്ര്യവും വികസനമില്ലായ്മയും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് ബീഹാർ എന്ന് പറയുന്നതിൻ്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോട്ട് പോയി നേരത്തെ ഇപ്പൊ ഈ ഗ്യാസ് കണക്ഷന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഈ കൊടുത്തിട്ടുള്ള ഗ്യാസുകൾ മുഴുവൻ അവിടെ ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനുള്ള ഒരു ടേബിളൊക്കെ പോലെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ കണക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വീടുകളുടെ ചിത്രം കണ്ടു. ഈ വീടുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് തേച്ചിട്ടില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത, വാതിലുകളില്ലാത്ത, അതായത് കുറച്ച് കട്ടകൾ മാത്രം വെച്ചിട്ടുള്ള എപ്പോഴും വീണു പോകാൻ വേണ്ടി പറ്റുന്ന ചിത്രത്തിലുള്ള വീടുകളുടെയൊക്കെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നുമല്ല അവിടെ ഇങ്ങനെ ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന, ഇങ്ങനെ ജനങ്ങൾ ദുരിതത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ഈ പറഞ്ഞ 10,000 രൂപയുടെ ഈ ധനസഹായത്തിലോടുകൂടി ഒരു അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട്, ഒരു എഞ്ചിനീയറിംഗ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത്. ഇത് വളരെ കൃത്യമായിട്ടും ഗവൺമെന്റിനെ ഉപയോഗിച്ച്, സംവിധാനങ്ങൾ ഉപയോഗിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശബ്ദമാക്കിക്കൊണ്ട് അവരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ടോയ്ലറ്റുകളുടെയൊക്കെ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ടോയ്ലറ്റുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെ. ഞാനതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ആ സമയത്ത് മലയാളി പത്രപ്രവർത്തകർ ബീഹാറിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടെ ബീഹാർ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്നു എന്നുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനൊന്നും വലിയ സമയം ഉപയോഗിക്കൊന്നും ചെയ്തില്ല. ആകെ കാര്യം പറഞ്ഞൊരു കാര്യം കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഐക്യമുണ്ടായിട്ടില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതെ അത് ഞാൻ വരാം, മനസ്സിലായി സ്മൃതി, മതി. അതെ സ്മൃതി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതെ കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോയിട്ട് കേരളത്തിലെ മുഴുവൻ നിയമസഭയെയും കൂട്ടിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളോടെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയിട്ട് ഒരു സമരം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ കൂടെ ചേരാതിരുന്നത്? അന്നുയർത്തിയ വിഷയം എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ കഴുത്ത് ഞെരിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്നുള്ള, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫെഡറലിസത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നുള്ള, ഭരണഘടന എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നുള്ള, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയൊരു സമരത്തിന് ആരംഭം കുറിച്ചതാരാ? അത് കേരളമായിരുന്നു. അതിന്റെ മുന്നിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഇനി വേണ്ട ആ സമരത്തിൽ ചേരണം എന്ന് പറയുന്നില്ല, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ സമരം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ പരിവാര വിരുദ്ധ സമരത്തിന്റെ നേതൃത്വമാണ്, ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ നേതൃത്വമാണെങ്കിൽ എന്തിനാ കേരളത്തിൽ വന്നിട്ട് നിങ്ങളുടെ ഈ സമരം നയിക്കുന്ന നേതാക്കന്മാർ എന്തിനാ കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നത്? ഇങ്ങനെ
നൂറുകൂട്ടം ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട്ടും തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യം എന്താ, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമായിട്ട് മത്സരിക്കുമ്പോൾ 11 സീറ്റിൽ എങ്ങനെയാണ് സ്മൃതി 11 സീറ്റിൽ ആ സ്വന്തം സഖ്യത്തിലെ ആളുകൾക്കെതിരായിട്ട് മത്സരിക്കുന്നത്? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ 71 സീറ്റ് വാശി പിടിച്ചു വാങ്ങിയതല്ലേ കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് ബീഹാറിൽ 16 സീറ്റാണെന്ന് കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി പറ്റിയത്. ഇത്തവണ 61 സീറ്റിൽ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എത്ര സീറ്റാണ് ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്? ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണ്ടേ? ഒരു സഖ്യമായിട്ടൊക്കെ മത്സരിക്കുമ്പോൾ അതിനകത്തുണ്ടാകേണ്ട ഒരു ഇവർ തമ്മിലുള്ള ഒരു ഐക്യം, അതിനോട് പുലർത്തേണ്ട ഒരു സത്യസന്ധത, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇല്ലേ? സ്വന്തം മത്സരിക്കുന്ന മുന്നണിയിലെ ആളുകൾക്കെതിരായിട്ട് സൗഹൃദ മത്സരം എന്ന് പറഞ്ഞിട്ട് ആളുകളെ മത്സരിപ്പിച്ച് ആ സീറ്റ് പരാജയപ്പെടുത്തിയിട്ടാണോ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ബീഹാറിലെ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ വിഷയങ്ങൾ അത് ചർച്ചയാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരുത്തണം. അത് തിരുത്താതെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളുടെ വിശ്വാസത്തെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.